ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പൂർണ്ണമായും നടപ്പാക്കുന്നതിന് ഗുരുതര വീഴ്ച. 2006 തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനാണ് അധികൃതരുടെ അനാസ്ഥയിൽ അനന്തമായി നീളുന്നത്. പദ്ധതി നടപ്പാക്കാൻ ഒരു പൊതുമേഖലാ സ്ഥാപനം സമീപിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ്. സർക്കാരിൽ നിന്നും സഹായം ലഭിച്ചാൽ അടുത്ത വർഷം മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, സ്വാമി ശരണം. ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ എല്ലാ തീർത്ഥാടന കാലത്തും ഉയർന്നു കേൾക്കുന്ന ഒരു പദമാണ് മാസ്റ്റർ പ്ലാൻ. പക്ഷേ ഇതൊന്നും നടപ്പാവുന്നില്ല. ഇപ്പോൾ പുതുതായി വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നത് അത് നടപ്പാക്കും, അതിന് ഒരു സർക്കാർ ഏജൻസി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. കൂടുതൽ വിവരങ്ങൾ അരുൺ. തീർച്ചയായും കാനനക്ഷേത്രമായ ശബരിമലയുടെ സമഗ്ര വികസനം, അതായത് ശബരിമലയ്ക്ക് ഉതകുന്ന രീതിയിൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു വികസന പ്രവർത്തനങ്ങൾ, അതായത് 2050 വരെ പറ്റാവുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. 2006 ഈ മാസ്റ്റർ പ്ലാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ശബരിമലയുടെ വികസനത്തിന്, അതോടൊപ്പം തന്നെ ഭക്തരുടെ സുരക്ഷയ്ക്ക്, സുഗമമായ ദർശനം, ഈ 3 കാര്യങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു തയ്യാറാക്കിയിരുന്നത്. പക്ഷേ ആ മാസ്റ്റർ പ്ലാന് ഇന്ന് വരെയും വെളിച്ചം കാണുന്നില്ല. അതിൽ കൃത്യമായി തന്നെ നടപ്പാക്കാൻ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നതിൽ ഗുരുതരമായുള്ള വീഴ്ച ദേവസ്വം ബോർഡിനുണ്ടാകുന്നു, സർക്കാരിനുണ്ടാകുന്നു, മാറി മാറി വന്ന സർക്കാരുകൾക്കുണ്ടാകുന്നു. 18 വർഷമായി ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതുവരെയും കൃത്യമായി ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 350 കോടിയിലധികം രൂപയാണ് ഈ മാസ്റ്റർ പ്ലാനായി ചെലവഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ പണത്തിന്റെ അഭാവമല്ല, ഇച്ഛാശക്തിയുടെ അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിൽ ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇതിന് പ്രധാന കാരണമായി എടുത്തു പറയേണ്ടത്. നമുക്കറിയാം ഓരോ വർഷവും സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം എല്ലാ വർഷത്തിലും വർദ്ധിച്ചു വരികയാണ്. ഇത്തവണയും 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇതുവരെ വരുന്ന എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നടവരവിലും റെക്കോർഡ് വരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെ ശബരിമലയിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ സഹായകമാകേണ്ട ഒരു പദ്ധതികൾ, പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ നിലയ്ക്കലായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. നിലയ്ക്കലെ ഒരു ബേസ് ക്യാമ്പ് ആക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ ഇതുവരെയും നമുക്കറിയാം നിലയ്ക്കലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ സന്നിധാനത്തേക്ക് എത്തുകയാണെങ്കിൽ തന്ത്രിമഠം, മേൽശാന്തി മഠം അടക്കം നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ രൂപരേഖ തയ്യാറാക്കി വെച്ചിട്ട് 18 വർഷമാകുന്നു. പക്ഷേ ഇതുവരെയും കൃത്യമായി അതിൽ പറഞ്ഞ പ്രധാന നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇതുവരെയും നടപ്പാക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 335 കോടി രൂപയാണ് ഇതുവരെ ഈ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 142 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കണക്ക് കൂടിയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ശബരിമലയുടെ വികസനം അത് പ്രകൃതിക്ക് ഇണങ്ങി ശബരിമലയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതേപോലെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു സമഗ്രമായ ഒരു വികസനം അത് നടപ്പാക്കാൻ ഈ മാസ്റ്റർ പ്ലാനിലൂടെ സാധിക്കും. അത് ഭക്തജന സംഘടനകളുടെയൊക്കെ തന്നെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ആ വിഷയത്തിലുണ്ട്. എല്ലാവരുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ ഒരു പ്ലാന്, ആ പ്ലാൻ എന്ന് നടപ്പാക്കുമെന്നതാണ് ഇനി ഏറ്റവും പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരണം എടുത്തിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് 18 വർഷമായി മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പദ്ധതിയാണ്. പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങളിൽ ആശാവഹമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ഏജൻസി തന്നെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അല്ലെങ്കിൽ നടത്താനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ദേവസ്വം മന്ത്രി VN വാസവനുമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ തന്നെയാണ് ഇനി അത്യാവശ്യമായി വേണ്ടത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ, അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതി, ഈ അനുമതികളൊക്കെ തന്നെ ലഭിച്ചാൽ അടുത്ത വർഷം മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മാസ്റ്റർ പ്ലാനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറയുന്നത് 4 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകാനും അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി തന്നെ ഇത് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളടക്കമുള്ള തീർത്ഥാടകരുണ്ട്, അവർക്ക് വിരിവെക്കുന്നതിനുള്ള ഒരു സൗകര്യം ഒരുക്കണം. മഴ പെയ്താൽ നമുക്കറിയാം
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു അവസ്ഥ, മഴ പെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ അവസ്ഥ, ആ അവസ്ഥയ്ക്കൊക്കെ കൃത്യമായി തന്നെ തീർത്ഥാടകർക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലേക്ക് വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണത്. അത് നടപ്പാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച, കൃത്യമായി പണം ഉണ്ടായിട്ട് പോലും അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ, അത് നടപ്പാക്കാൻ ഗുരുതരമായ ഒരു വീഴ്ച തന്നെ, കുറ്റകരമായ ഒരു അനാസ്ഥ എന്ന് തന്നെ ഇത് വിശേഷിപ്പിക്കാൻ കഴിയും. എന്തായാലും വരും നാളുകളിലും ഇത് സജീവ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് ഭക്തജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വിനോദ, അനു. ശരി.